സഹകരണ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ സംസ്ഥാനത്തു നിന്നുള്ള സർവകക്ഷി സംഘത്തിന് അനുമതി നൽകിയില്ല. ഈ സാഹചര്യത്തിൽ സംഘത്തിന്റെ ദില്ലി യാത്ര ഉപേക്ഷിച്ചു. കേരളത്തിന്റെ വികാരം ഉൾക്കൊള്ളാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് സംസ്ഥാനത്തോടുള്ള അനാദരവാണെന്നും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സഹകരണ മേഖലയിലെ പ്രതിസന്ധി അറിയിക്കാനായി പ്രധാനമന്ത്രിയെ കാണാനിരുന്ന സംസ്ഥാനത്തെ സർവകക്ഷി സംഘത്തിനാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചത്. സന്ദർശനത്തിനായി സമയം അനുവദിക്കാനാകില്ലെന്നും വേണമെങ്കിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കാണാമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സർക്കാരിനെ അറിയിച്ചു. കേരളത്തിന്റെ വികാരം ഉൾക്കൊള്ളാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് നാസിസത്തിന്റെയും ഫാസിസത്തിന്റെയും നയങ്ങൾ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തോടും നിയമസഭയോടുമുള്ള അങ്ങേയറ്റത്തെ അനാദരവാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീരുമാനത്തിനു പിന്നിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് പങ്കുണ്ടാകാം. നിങ്ങൾ ഇവിടുന്ന് വന്നവരെ കാണാൻ പാടില്ല എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിലപാടായിരിക്കാനാണ് ഇത് സാധ്യത. സഹകരണ വിഷയത്തിൽ ധനമന്ത്രിയെ നേരത്തെ സന്ദർശിച്ചിട്ടുള്ളതിനാൽ ദില്ലിയിൽ പോകേണ്ടെന്ന് തീരുമാനിച്ചതായും പ്രതിഷേധമറിയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയത്തിൽ നിയമസഭ പാസാക്കിയ പ്രമേയം റെസിഡന്റ് കമ്മീഷണർ മുഖേന പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സഹകരണ മേഖലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സർവകക്ഷി യോഗവും പ്രത്യേക നിയമസഭാ സമ്മേളനവുമാണ് പ്രധാനമന്ത്രിയെ കണ്ട് സംസ്ഥാനത്തിന്റെ പ്രതിഷേധമറിയിക്കാൻ തീരുമാനിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഹകരണ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ സർവകക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ചതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രമുഖ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. നോട്ട് നിരോധനത്തിന് പിന്നാലെ സഹകരണ മേഖലയിൽ ഉടലെടുത്ത പ്രതിസന്ധി കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ ദില്ലിക്ക് പോകാനിരുന്ന കേരള സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രമുഖ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. സംസ്ഥാനത്തോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരവാണിതെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം മോദിയുടെ നിലപാട് പ്രധാനമന്ത്രിയുടെ പദവിക്ക് ചേരുന്നതല്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഒട്ടും ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ച നടപടിയല്ല. ഈ സംസ്ഥാനത്തോടുള്ള കടുത്ത അവഹേളനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. എന്നാൽ പ്രശ്നം ചർച്ച ചെയ്യേണ്ടത് ധനകാര്യമന്ത്രിയോടാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേന്ദ്രം നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും കുമ്മനം പ്രതികരിച്ചു. ഈ വിഷയത്തിൽ അവർക്ക് കേന്ദ്രത്തെ ഒന്നും ധരിപ്പിക്കാനില്ല എന്നുള്ളതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമൊക്കെ ചുമതലയുണ്ട്. മോദിയുടെ നടപടി ധിക്കാരപരമെന്നായിരുന്നു AK ആന്റണിയുടെ അഭിപ്രായം. ഒരു ഏകാധിപതിക്ക് മാത്രം സാധിക്കുന്ന ധിക്കാരപരമായിട്ടുള്ള ഒരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. പ്രധാനമന്ത്രി അല്പത്തരം കാണിച്ചുവെന്ന് VM സുധീരനും പ്രതികരിച്ചു. മര്യാദകേടിൻ്റെ പ്രതീകം അതാണ് മോഡി. രാജ്യത്തെ ജനങ്ങളെ പുച്ഛത്തോടുകൂടി കാണുന്ന ഈ സമീപനം ഒരു ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന്, ജനാധിപത്യ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി നിഷേധിച്ചത് ജനാധിപത്യത്തിന് നിരക്കാത്ത നടപടിയാണെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ഇത് വളരെയധികം ഏകാധിപത്യ പ്രവണതയാണ്. പാർലമെന്റിൽ ചെന്ന് സംസാരിക്കാത്ത പ്രൈം മിനിസ്റ്ററിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ വയ്യ. പ്രധാനമന്ത്രിയുടെ നടപടി ഫെഡറലിസത്തിന്റെ ലംഘനവും കേരളീയരോടുള്ള അവഹേളനവുമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ അപമാനിക്കലാണ്, മലയാളികളെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരിക്കലും ഒരു ഗവൺമെന്റിനോട് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചിട്ടില്ല. കേരളത്തിന്റെ ശത്രുക്കളാണ് തങ്ങളെന്ന് മോദി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും മോദിയുടെ നിലപാട് കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നും VS പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ നടപടി ധാർഷ്ട്യം നിറഞ്ഞതെന്ന് കാനം രാജേന്ദ്രനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് LDF സംസ്ഥാനത്ത് നാളെ കരിദിനമായി ആചരിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. സംസ്ഥാനത്ത് LDF പ്രവർത്തകർ നാളെ കരിങ്കൊടി പ്രകടനം നടത്തും. കേന്ദ്ര സർക്കാരിന്റെ അമിതാധികാര നിലപാടിന്റെ പ്രതിഫലനമായാണ് നടപടിയെന്നും വൈക്കം വിശ്വൻ പ്രസ്താവനയിൽ പറഞ്ഞു.
നോട്ട് പ്രതിസന്ധിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നിരവധി തവണ നിർത്തിവെച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. പാർലമെന്റിന് പുറത്തെ പ്രതിഷേധത്തിന് പിന്നാലെ സഭയ്ക്കുള്ളിലും കനത്ത ബഹളത്തിനാണ് ഇന്ന് രാജ്യസഭയും ലോക്സഭയും സാക്ഷ്യം വഹിച്ചത്. നോട്ട് മാറ്റത്തിൽ വോട്ടെടുപ്പോടെയുള്ള ചർച്ച വേണമെന്ന ആവശ്യം ലോക്സഭയിൽ സ്പീക്കർ സുമിത്രാ മഹാജൻ തള്ളി. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയതോടെ അല്പസമയം സഭ തടസ്സപ്പെട്ടു. ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജൻ പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായി ചേംബറിൽ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ പാർട്ടികൾ ഉറച്ചുനിന്നു. പതിവിൽ നിന്നും വിരുദ്ധമായി മോഡി ലോക്സഭയിലെത്തി. പക്ഷെ എന്തെങ്കിലും സംസാരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് മുമ്പേ പിരിഞ്ഞു. രാജ്യസഭയിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാക്കേറ്റമുണ്ടായി. ഭരണപക്ഷാംഗങ്ങൾ സീറ്റ് വിട്ടെഴുന്നേറ്റത് വിജയ് കുര്യന്റെ വിമർശനത്തിനിടയാക്കി. ഇരുപക്ഷത്തു നിന്നും ബഹളം തുടർന്നാൽ പാർലമെന്ററികാര്യ സഹമന്ത്രി മുക്താസ് നബിക്കെതിരെ അടക്കം നടപടിയെടുക്കേണ്ടി വരുമെന്നും കുര്യൻ മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് മാറ്റത്തിനെതിരെ പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത ധർണയും മനുഷ്യച്ചങ്ങലയും. പാർലമെന്റിൽ മറുപടി പറയാൻ ഭയക്കുന്ന പ്രധാനമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തുന്നതായി സീതാറാം യെച്ചൂരി ആരോപിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇന്ത്യയിൽ ഉണ്ടായതെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. 200ഓളം പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. രാവിലെ 9:45 പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിപക്ഷ പാർട്ടി എംപിമാരുടെ ധർണ ആരംഭിച്ചു. CPIM, CPI, കോൺഗ്രസ്, സമാജ്വാദി, BSP, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങി എല്ലാ പ്രതിപക്ഷ പാർട്ടി എംപിമാരും പ്രതിഷേധത്തിൽ അണിനിരന്നു. ഇവരോടൊപ്പം ഭരണപക്ഷത്ത് നിൽക്കുന്ന ജയലളിതയുടെ അണ്ണാ DMK അംഗങ്ങളും പിന്തുണയുമായി എത്തി. സ്വന്തക്കാർക്ക് വിവരങ്ങൾ നേരത്തെ ചോർത്തി നൽകിയ മോദി നോട്ടുമാറ്റത്തിലൂടെ വൻ അഴിമതി നടത്തിയതായി രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വിവിധ സംസ്ഥാനങ്ങളിലെ ചെറുകിട കച്ചവടങ്ങൾ തകർന്നടിഞ്ഞു. You have hit the economy. Bengal, Kerala, fishing industry उड़ा दी, किसानों को खत्म कर दिया, मजदूरों को खत्म कर दिया, छोटे जो दुकानदार हैं उनको खत्म कर दिया. പാർലമെന്റിൽ മറുപടി പറയാൻ ഭയക്കുന്ന മോദി ഭരണഘടനാ ലംഘനം നടത്തുന്നതായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. Prime Minister is abdicating his responsibility of answerability to the Parliament. That is why this disruption. ധർണയ്ക്ക് ശേഷം പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിന് മുമ്പിൽ മനുഷ്യച്ചങ്ങല തീർത്തു. 3 ആവശ്യങ്ങളാണ് പ്രധാനമായും പാർട്ടികൾ ഉയർത്തിയത്. പാർലമെന്റിൽ പ്രധാനമന്ത്രി മറുപടി പറയണം. നോട്ടുമാറ്റം സംബന്ധിച്ച് വോട്ടെടുപ്പോടെയുള്ള ചർച്ച വേണം. സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തണം. കേന്ദ്ര സർക്കാരിനെതിരെ നാളെ രാഷ്ട്രപതിയെ കാണാനും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പ്രതിസന്ധി തുടരവേ ഓൺലൈൻ സേവനങ്ങൾക്ക് കൂടുതൽ ഇളവുകളുമായി കേന്ദ്ര സർക്കാർ. റെയിൽവേ ടിക്കറ്റിനും ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്കും ഡിസംബർ 31 വരെ സർവീസ് ചാർജ് ഈടാക്കില്ല. നബാർഡ് വഴി ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് 21,000 കോടി രൂപ ലഭ്യമാകും. ബാങ്കുകളിൽ പണലഭ്യത ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ധനകാര്യ സെക്രട്ടറി ശക്തികാന്ത് ദാസ് പറഞ്ഞു. വാർത്തകളിലേക്ക്. നോട്ട് പിൻവലിക്കൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി. വിവിധ ഹൈക്കോടതികളിൽ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സ്റ്റേ ചെയ്യണമെന്ന സർക്കാർ ആവശ്യം കോടതി തള്ളി. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഹർജികളുമായി ഹൈക്കോടതികൾക്ക് മുന്നോട്ടു പോകാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിലുള്ള കേസുകൾ സ്റ്റേ ചെയ്യാനാകില്ലെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. വിവിധ ഹൈക്കോടതികളിൽ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒരു കോടതിയിലേക്ക് മാറ്റുകയോ സുപ്രീം കോടതി നേരിട്ട് പരിഗണിക്കുകയോ ചെയ്യണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതികൾക്ക് നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട ഹർജികളുമായി മുന്നോട്ടു പോകാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. നോട്ട് പിൻവലിക്കൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതി ഹർജി പരിഗണിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതികൾ ഇത്തരം ഹർജികൾ പരിഗണിക്കരുതെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് ചൂണ്ടിക്കാട്ടി ഹർജി ഡിസംബർ 8 കോടതി മാറ്റുകയാണ് ചെയ്തത്. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതികളുള്ള ഹർജികളുമായി ബന്ധപ്പെട്ടവർക്ക് മുന്നോട്ടു പോകാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നോട്ട് പ്രതിസന്ധിയിൽ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണെന്നും ജനങ്ങൾ അക്രമാസക്തരാകുമോ എന്നും സുപ്രീം കോടതി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നോട്ട് പിൻവലിക്കൽ കേസുകൾ സ്റ്റേ ചെയ്യണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യവും സുപ്രീം കോടതി തള്ളിയത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. അഞ്ചൽ രാമഭദ്രൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റിനു പിന്നിൽ BJPയുടെ രാഷ്ട്രീയ ഇടപെടലാണെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ.
CBI നടപടി പ്രതിഷേധാർഹമാണെന്നും കേസ് നിയമപരമായി നേരിടുമെന്നും ബാലഗോപാൽ വ്യക്തമാക്കി. CBIയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുവെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിച്ചു. അതേസമയം രാമഭദ്രൻ വധക്കേസുമായി ബന്ധപ്പെട്ട് CBI അറസ്റ്റ് ചെയ്ത ബാബു പണിക്കർ, മാക്സൺ, റിയാസ് എന്നിവരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു. 2010 നടന്ന കോൺഗ്രസ് INDUC നേതാവായിരുന്ന അഞ്ചൽ എരൂർ രാമഭദ്രൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസന്വേഷിക്കുന്ന CBI ആണ് 3 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും DYFI നേതാവുമായ കുണ്ടറ സ്വദേശി മാക്സൺ, CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ, DYFI നേതാവ് പുനലൂർ സ്വദേശി റിയാസ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ CBI 3 പേരെയും തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. കോടതി ഇവരെ അടുത്ത മാസം 6 വരെ റിമാൻഡ് ചെയ്തു. അതേസമയം അഞ്ചൽ രാമഭദ്രൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ ഇടപെടലാണെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ വ്യക്തമാക്കി. CPM പ്രവർത്തകർക്ക് നേരെയുള്ള കള്ളക്കേസിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ ബാലഗോപാൽ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധിക്കുമെന്നും അറിയിച്ചു. ഈ കേസ് അങ്ങേയറ്റം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി BJP ഗവൺമെൻറ് എടുക്കുന്നതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളത്. കൊലപ്പെടുത്തിയത് ഞങ്ങൾ RSSകാരാണ് എന്ന നിലയിലേക്ക് ഫൈസൽ വധക്കേസിനകത്ത് ഉള്ള ഇന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു RSSകാരൻ തന്നെ പറഞ്ഞതാണ്. കൃത്യമായ വാർത്തകളെല്ലാം വന്നതാണ്. അതുകൊണ്ടായിരിക്കണം ഇന്നലെ CBI വാശി പിടിച്ച് ഇക്കാര്യം ചെയ്തത്. ഒരു കേസ് സാധാരണ കുറ്റപത്രം കൊടുത്ത് അത് കോടതി പ്രൊസീജിയർ തുടങ്ങുന്ന തരത്തിലേക്ക് ഒരു കേസിനകത്ത് സാധാരണ ഇങ്ങനെ ചെയ്യേണ്ടതല്ല. നേതാക്കന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ ഗൂഢാലോചനയിലും ഇതിനകത്ത് പങ്കുണ്ട് എന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. CBIയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുവെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിച്ചു. കേസിൽ മാക്സൺ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ സംരക്ഷിക്കുകയില്ലെന്നും മന്ത്രി പറഞ്ഞു. കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ സംരക്ഷിക്കാൻ കഴിയില്ലല്ലോ, അതിന് യാതൊരു സംശയമില്ല. നമുക്കൊരു മുൻവിധിയില്ല ഇക്കാര്യത്തിൽ. കുറ്റവാളി എന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഒഴിവാക്കും, അതിനൊന്നും ഒരു സംശയമില്ല. കേസിൽ പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്ന കുറ്റത്തിന് CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ ജയമോഹനെ CBI ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു. രാഷ്ട്രീയ പ്രേരിതമായി പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ കൂടി ഇത് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഒരു നീക്കമാണ്. രാഷ്ട്രീയപരമായി നേരിടും, നിയമപരമായി നേരിടും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും റദ്ദാക്കി. പദ്ധതി പ്രദേശത്തെ വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ച ഉത്തരവ്, NOC, സർക്കാർ ഓഹരി പങ്കാളിത്ത ഉത്തരവുകളാണ് റദ്ദാക്കിയത്. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. മലപ്പുറം ജില്ലാ കളക്ടറായിരുന്ന A. ഷൈനമോളെ വാട്ടർ അതോറിറ്റി ഡയറക്ടറാക്കി. അമിത് മീണയെ മലപ്പുറം കളക്ടറായും നിയമിച്ചു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗമാണ് ആറന്മുള വിമാനത്താവള പദ്ധതി അടഞ്ഞ അധ്യായമാക്കിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ ഇറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കി. പദ്ധതി പ്രദേശത്തെ 350 ഏക്കർ ഭൂമി വ്യാവസായിക മേഖലയാക്കി പ്രഖ്യാപിച്ചത്, പദ്ധതിയിൽ സർക്കാർ ഓഹരിയെടുക്കാനുള്ള തീരുമാനം, KGS ഗ്രൂപ്പിന് നൽകിയ പ്രവർത്തനാനുമതി എന്നിവയാണ് മന്ത്രിസഭായോഗം റദ്ദാക്കിയത്. VS സർക്കാരിന്റെ കാലത്തായിരുന്നു പദ്ധതി പ്രദേശത്തെ ആറന്മുള, കിടങ്ങൂർ, മല്ലപ്പുഴശ്ശേരി എന്നിവ ഉൾപ്പെടുന്ന 350 ഏക്കർ വ്യാവസായിക മേഖലയാക്കി വിജ്ഞാപനമിറക്കിയത്. ഇതേ തുടർന്നായിരുന്നു പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. എന്നാൽ ആറന്മുള വിമാനത്താവള പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് തുടർന്ന് അധികാരമേറിയ പിണറായി വിജയൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ച നടപടി പിൻവലിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയെയും അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഔദ്യോഗികമായി ഈ തീരുമാനം കൈക്കൊണ്ടത്. IAS തലത്തിലെ അഴിച്ചുപണിക്കും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. മലപ്പുറം ജില്ലാ കളക്ടർ A. ഷൈനമോൾ IASനെ വാട്ടർ അതോറിറ്റി ഡയറക്ടറായി നിയമിച്ചു. അമിത് മീണയാണ് മലപ്പുറത്തെ പുതിയ ജില്ലാ കളക്ടർ. തുറമുഖ വകുപ്പ് ഡയറക്ടറായി അജിത് പട്ടേൽ ഭഗവത് റാവുവിനെയും സർവേ വകുപ്പ് ഡയറക്ടറായി K. ഗോപാലകൃഷ്ണൻ IASനെ നിയമിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കൂടാതെ കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പന് 5 ലക്ഷം രൂപയും വീൽചെയറും പ്രതിമാസം 8000 രൂപ പെൻഷനും നൽകും. പ്രശസ്ത സംഗീത സംവിധായകൻ MK അർജുനന്റെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. തനിക്ക് സഹായം അനുവദിച്ച മന്ത്രിസഭാ യോഗ തീരുമാനം ആശ്വാസകരമെന്ന് കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ. മുഖ്യമന്ത്രിക്കും സർക്കാരിനും പുഷ്പൻ നന്ദി അറിയിച്ചു. 5 ലക്ഷം രൂപയും വീൽചെയറും 8000 രൂപയും പെൻഷനായും പുഷ്പന് സർക്കാർ അനുവദിച്ചു. 1994 നവംബർ 25-നായിരുന്നു DYFI നടത്തിയ വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കെതിരെയുമുള്ള സമരത്തിനു നേരെ വെടിവെപ്പുണ്ടായത്. 5 പേർ രക്തസാക്ഷികളായ സമരത്തിൽ വെടിയേറ്റ് ജീവൻ മാത്രം ബാക്കിയായി മേനപ്പുറത്ത് പുഷ്പൻ ഇന്നും കിടപ്പിലാണ്. അന്നും ഇന്നും ഒപ്പം നിന്ന പാർട്ടിക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ആശ്വാസമേകുന്ന തീരുമാനമായിരുന്നു ഇന്നത്തെ മന്ത്രിസഭായോഗ തീരുമാനം. പുഷ്പന് 5 ലക്ഷം രൂപയും
വീൽചെയറും പ്രതിമാസം 8000 രൂപ പെൻഷനും നൽകാൻ തീരുമാനമായി. കൂത്തുപറമ്പിലെ പോരാട്ടത്തിന്റെ വീര്യം ഒട്ടും കുറവില്ലാതെ പുഷ്പൻ പറയുന്നു. കൂത്തുപറമ്പ് സമരത്തിൽ പങ്കെടുത്തതിനൊന്നും പ്രതീക്ഷിച്ചോടല്ല. വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കെതിരായിട്ടുള്ള സമരമാണ് നടന്നത്. അത് അന്നും ഇന്നും ശരിയാന്ന് തന്നെയാണ്. ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും ജയരാജനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പുഷ്പന് എന്നും തുണയായ സഖാക്കളുമുണ്ടായിരുന്നു മേനപ്രത്തെ വീട്ടിൽ. കൂത്തുപറമ്പിന് നവംബർ 25 22 വർഷം പൂർത്തിയാവുകയാണ്. ആ ഘട്ടത്തിലാണ് പുഷ്പാട്ടനും പാർട്ടിക്കും ഡിവൈഎഫ്ഐക്കും സഹായകരമായ ഒരു നിലപാട് ഈ സർക്കാർ കൈക്കൊള്ളുന്നത്. 25 വൈകുന്നേരം കൂത്തുപറമ്പിൽ നടക്കുന്ന രക്തസാക്ഷി ദിനാചരണ പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ നടപടി ഹൈക്കോടതി ശരിവെച്ചു. സ്കൂൾ ഏറ്റെടുക്കുന്നത് തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. സ്കൂൾ മാനേജ്മെന്റിന് വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് അനുസൃതമായി നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വാർത്തകളിലേക്ക്. ബേബി ഷോപ്പ് രംഗത്തെ പ്രമുഖരായ ലിറ്റിൽ പ്ലാനറ്റിന്റെ പുതിയ ഷോറൂം തൃശൂർ പൂത്തോളിൽ പ്രവർത്തനം ആരംഭിച്ചു. ബാലതാരം അക്ഷര കിഷോർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി കിഡ്സ് വെയർ, ബേബി കെയർ, ടോയ്സ്, ആക്സസറീസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരു കുടക്കീഴിൽ അണിനിരത്തിയിരിക്കുന്നത്. ഉന്നത നിലവാരമുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുമായി ഈ സാമ്പത്തിക വർഷം ലിറ്റിൽ പ്ലാനറ്റിന്റെ 12 ഷോറൂമുകൾ തുറക്കും.